ഓം സദ്ഗുരുഭ്യോ നമഃ. ഭജഗോവിന്ദം സനാതന ധർമ്മ വിദ്യാപീഠത്തിൻ്റെ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് ഈ ഓൺലൈൻ പഠന കേന്ദ്രമുള്ളത്. അതിൻ്റെ ആചാര്യരാണ്, പേര് മോഹൻകുമാർ എന്നാണ്. കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിലുമുള്ള അമ്മമാർ ഈ ഓൺലൈൻ പഠന ഗ്രൂപ്പിൽ പഠിക്കുന്നുണ്ട്. ശിവാനന്ദ ലഹരി, സൗന്ദര്യലഹരി, ഭാഗവതം ദശമസ്കന്ധം, ദേവി മാഹാത്മ്യം, കനകധാര യജ്ഞാചാര്യസ്വാമികളുടെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും ഇപ്പോൾ ഭാഗവതം ദശമസ്കന്ധവും പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ ഗ്രൂപ്പിൽ കൂടി ബന്ധപ്പെടുക. എല്ലാവർക്കും ഓൺലൈൻ തീർത്തും സൗജന്യമാണ് ഈ പഠനം. യാതൊരു ഫീസും വാങ്ങുന്നതല്ല. പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക, നമ്മുടെ സനാതന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക, അത് കണ്ടെത്തുക. കലിയുഗത്തിലെ മൂല്യച്യുതികൾ ബാധിക്കുന്ന ആ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്ത് ആചാര്യസ്വാമികളെ പോലെ അദ്വൈതവും ശിവപ്രോക്തമായ അദ്വൈത മന്ത്രങ്ങളൊക്കെയാണ് കൂടുതലും പഠിക്കുന്നതും. അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ചേരുക. ഈ ഗ്രൂപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ ആരോടും പറയാറില്ല, കാരണം അങ്ങനെയുള്ള കാശൊന്നും ആവശ്യമില്ല. മാക്സിമം കാണുക, പ്രയോജനപ്രദമാണോ. കാരണം ഇതൊരു ഓൺലൈൻ യൂട്യൂബ് വഴി തുടക്കം മാത്രമാണ്. അല്ല, ഓൺലൈൻ വാട്സാപ്പ് വഴിയാണ് ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് എടുത്തിട്ട് ഒരു ദിവസം മൊത്തം, ചിലപ്പോൾ 1-2 ദിവസം കൊടുക്കാറുണ്ട് പാഠങ്ങൾ ചൊല്ലിയിടാൻ വേണ്ടി. ശിവാനന്ദ ലഹരി തന്നെ ഇപ്പോൾ ഏകദേശം 60-61 അധ്യായങ്ങൾ ആയി. അതുപോലെ തന്നെയാണ് സൗന്ദര്യലഹരിയും 59-60 നിൽക്കുന്നു. ഭാവം ദശമസ്കന്ധം 8ാമത്തെ അധ്യായമാണ്. ഭവൻ്റെ ബാല്യകാല വർണ്ണനങ്ങളാണ്. ഗർഗ മുനിയുടെ അവതാരങ്ങളും വ്രജത്തിലേക്ക് ഗർഗമുനി പ്രവേശിക്കുന്നതും, 2 ഗോകുലത്തിൽ വളരുന്ന 2 പേർക്കും 2 കുഞ്ഞുങ്ങൾക്കും നാമകരണം ചെയ്യുന്നു. അറിയാലോ, 2 കുഞ്ഞുങ്ങൾ ശ്രീ ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും. നാമകരണമായിട്ടില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് പഠന ഗ്രൂപ്പുകൾ. താല്പര്യമുള്ളവർ 9446386107 നിമിഷം വിളിക്കുക. നമുക്ക് എല്ലാ ഗ്രൂപ്പിനും ഒരു ആചാര്യസമിതിയുണ്ട്. നല്ല പ്രായം ചെന്ന അമ്മമാരൊക്കെയാണ് അതിനകത്ത് ആചാര്യസമിതിയിലുള്ളത്. അവർ പാഠങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ അവർ പാഠങ്ങൾ നോക്കി കൊടുക്കുകയും ചെയ്യും. യൂട്യൂബ് വഴി പാഠം ചൊല്ലിയിട്ടിട്ട് പോകുന്നതല്ല. പാഠങ്ങൾ യൂട്യൂബിലല്ലാതെ ശരിക്കും നിങ്ങളുടെ നമ്പറൊക്കെ വാട്സാപ്പിൽ കൊണ്ടുവന്നിട്ട് പഠന ഗ്രൂപ്പിൽ ചേർത്തിട്ട് ചൊല്ലിയിട്ടതിന് ശേഷം അതിനെ പാഠം ചൊല്ലുന്നത് ശരിയാണോ എന്ന് നോക്കി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഉപാചാര്യന്മാർ തരുന്നുണ്ട്. ഞാനും പാഠങ്ങൾ നോക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം.